നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് നമ്മുടെ ഏകാദശിയെ കുറിച്ച് വീണ്ടും പറയാം. അടുത്ത് വരുന്നതല്ലേ സ്വർഗവാതിൽ ഏകാദശി, ഇനി വൈകുണ്ഠ ഏകാദശി, ഇല്ലെങ്കിൽ മോക്ഷത ഏകാദശി, ഇതൊന്നും അല്ലെങ്കിൽ നെല്ലുവായി ഏകാദശി. ഇങ്ങനെ ഈ ഏകാദശിക്ക്, അതായത് ഈ 23-ാം തീയതി ശനിയാഴ്ച വരുന്ന ഏകാദശി, ഇങ്ങനെ പല പേരുകളുമുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ മഹത്വം എന്തുമാത്രമാണെന്ന്. ഒരു വർഷം 24 ഏകാദശി എന്തായാലും കാണും. ഇതിൽ ബാക്കി 23ഉം നമ്മൾ നോറ്റില്ലെങ്കിൽ പോലും ഈ ഒരു ഏകാദശി നോക്കണമെന്നാണ് പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഏകാദശി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും പവിത്രീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഏകാദശി പ്രത്യേകിച്ചും വളരെയധികം ഗുണമുള്ളതാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ, അതായത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ ഏകാദശി നോക്കുന്നതിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ദശമിയുടെ എന്ന് തുടങ്ങി ദശമിയുടെ ഉച്ചയ്ക്ക് വരെ ചോറ് കഴിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ഒന്നും നല്ല ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും വെള്ളം മാത്രം കുടിക്കാം, ഇല്ലെങ്കിൽ പാലും പഴവും കഴിക്കാം. ഇതല്ല, ഈ മരുന്ന് കഴിക്കും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലൈറ്റായിട്ട്, പിന്നെ ഈ പറഞ്ഞ വയറ് നിറച്ച് കഴിക്കരുത്, അത്രേ ഉള്ളൂ കേട്ടോ. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു ശകലം പോലും ഇടയില്ലാതെ നമ്മൾ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കരുത്. കാരണം അപ്പം നമ്മൾ ഈ നോയമ്പെടുക്കുന്നതിൻ്റെ അന്തസ്സത്ത് തന്നെ ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ വേണം. പിന്നെ പിറ്റേ ദിവസം, അതായത് ഏകാദശിയുടെ അന്ന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം ഗുരുവായൂർ ഏകാദശിക്കാണേലും തൃപ്രയാർ ഏകാദശിക്കാണേലും ഒക്കെ കഞ്ഞിയും പുഴുക്കുമൊക്കെ ഉണ്ട്, ഗോതമ്പ് കഞ്ഞിയും പുഴുക്കുമൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അത് നമ്മളുടെ ആരോഗ്യസ്ഥിതി അത് വേണ്ട, എനിക്ക് പഴവും പാലും മാത്രം മതി, ഇല്ലെങ്കിൽ എനിക്ക് അതൊന്നും വേണ്ട, വെള്ളം മാത്രം കുടിച്ച് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യുക, പിറ്റേ ദിവസം നമ്മൾ പാരണ വിടുന്നു, അതായത് വ്രതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് എല്ലാ ഏകാദശിയുടെയും കാര്യങ്ങൾ. പിന്നെ ഇതിനുള്ള പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് ഈ ഏകാദശി നോക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ പിതൃക്കൾക്കും കൂടി വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ഒരു മഹത്വവും കൂടി ഈ ഏകാദശിക്കുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ, പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നോട് പ്രാണനെ ത്രാണനം ചെയ്യുകയാലാണ് പുത്രൻ എന്നുള്ള പേര് കിട്ടിയത്. അപ്പം നമുക്ക് നമ്മളുടെ പിതൃക്കൾക്ക് അവർ വേറെ ഏതെങ്കിലും ലോകത്താണെങ്കിൽ അവർക്ക് ആ വൈകുണ്ഠപ്രാപ്തി ഭഗവാന്റെ സമീപത്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു നമ്മളുടെ വ്രതം സഹായിക്കുമെങ്കിൽ അതിൽ പരം പുണ്യം എന്താ നമുക്കുള്ളത്. അതുകൊണ്ട് എന്തായാലും നമുക്കിത് എല്ലാവരും അനുഷ്ഠിക്കണം. പിന്നെ നമ്മളുടെ കാര്യമാണെങ്കിൽ ശരി, നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടല്ലെങ്കിലും പല പ്രാവശ്യം ഇങ്ങനെ ഈ ഏകാദശിക്ക് നോറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സ് വളരെയധികം പരിശുദ്ധമാകും. അങ്ങനെ വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ലോകത്തിൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടും. അതായത് സ്വർഗവാതിൽ ഇവിടെയും നമുക്ക് തുറന്ന് കിട്ടും. കാരണം നമ്മളുടെ ഈ പ്രശ്നം എന്താ, നമ്മുടെ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഏകാദശിയൊക്കെ നോറ്റ് സൽചിന്തകളുമായിട്ട് നമ്മൾ ഒരു ദിവസം ഇരിക്കാൻ പറ്റിയാലുണ്ടല്ലോ, നിശ്ചയമായിട്ട് നമുക്ക് പിന്നെയും അങ്ങനെ പല ഏകാദശികളിലും നോറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നല്ല നല്ല ചിന്തകൾ വരും. നമുക്കറിയാമല്ലേ, നാമം ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാരായണ 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 എന്നങ്ങ് ജപിച്ചാലുണ്ടല്ലോ, കുറച്ച് ജപിച്ചു കഴിഞ്ഞു, ഒരു ദിവസം ജപിച്ചു, നമുക്ക് പറ്റുന്ന സമയത്ത് ഇങ്ങനെ മനസ്സ് ജപിച്ചാൽ മതി, പുറത്തൊന്നും പറയണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിലിങ്ങനെ ആ ചിന്ത എപ്പോഴും ഇങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ ആരോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെത്താനെ ജപിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു അനുഭവം ആർക്കായില്ലാത്ത എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ സമയത്തൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഈ വേണ്ടാത്ത ചിന്തകളൊന്നും കടന്നു വരികയില്ല.
ദുശ്ചിന്തകളും ദുർവാസനകളും ഒന്നും നമുക്കുണ്ടാവുകയില്ല. അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മറ്റുള്ളവരെ കുറ്റം കാണാനുള്ള അല്ലെങ്കിൽ കുറ്റം പറയാനുള്ള ആ ഒരു ടെൻഡൻസി കുറച്ച് കുറയും. അങ്ങനെ വന്നു കഴിയുമ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അതോടുകൂടി തന്നെ നമ്മുടെ ജീവിതവും സ്വർഗം തന്നെയാകും. കാരണം എന്താ, നമ്മുടെ ഈ സ്വർഗത്തിലേക്കുള്ള വിഷമം എന്താ, നരകമാകുന്നത് എന്താ, നമ്മളതും ഇതും പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരുടേതിൽ ഇടപെടുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ. ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം, നമ്മളുടെ വീട് ഒക്കെ സ്വർഗം തന്നെയാവും. ഈ ഏകാദശി നോറ്റാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും, പിന്നെ ഇപ്പോൾ ഈ സ്വർഗവാതിലെ ഏകാദശി നോറ്റുകൊണ്ട് സ്വർഗത്തിൽ പോകും നിങ്ങളോട് ആരാ പറഞ്ഞേ എന്ന് ചോദിക്കും. നമുക്കൊന്നും പറയാനില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ പൂർവികരൊക്കെ എന്നേ അറിയാവുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങ് വിശ്വസിച്ചാൽ നമുക്കത് നടക്കാത്തതായിട്ട് യാതൊരു കാര്യവുമില്ല. പണ്ടൊരു കള്ളൻ്റെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എന്താ, ആ കള്ളനോട് സപ്താഹാചാര്യൻ ഇങ്ങനെ കൃഷ്ണൻ്റെ രൂപം വർണ്ണിച്ചു. അപ്പോൾ അതിലിങ്ങനെ ഈ ഉണ്ണിയുടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കേട്ട് ഇവനെ അബദ്ധത്താ കേട്ടുപോയതായി. ഇതൊക്കെ അന്നേരം മുതലൊരു ചിന്തയായി, ഈ ഉണ്ണിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പവൻ്റെ സ്വർണ്ണ ശരീരത്തിലുള്ള അതങ്ങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരിക്കലും കക്കാനൊന്നും പോയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആചാര്യൻ സപ്താഹമൊക്കെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയെ എവിടെയാണ് കാണണേന്ന് ചോദിച്ചു. അന്നേരം ഒരു സ്ഥലം പറഞ്ഞു. എന്തായാലും ശരി, അവിടെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിനറിയാലോ അവിടെയൊന്നും കാണില്ല എന്ന്. അപ്പോൾ അവിടെ മുഴുവനും ഈ അരിച്ചു ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത്, അത് കുറച്ച് ദുർഘടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു. ഈ കള്ളനങ്ങനെ പോയി അന്വേഷിച്ച് പോയി അവസാനം ഈ കുട്ടിയെ മുമ്പിൽ കണ്ടു, എല്ലാ ആഭരണങ്ങളും എടുത്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിനോട് നന്ദി പറയാൻ വന്നു. അദ്ദേഹം അന്തിച്ചു പോയി. നീ എന്താ ഈ പറയണേ, നീ കണ്ടെന്നോ? ഞാൻ കണ്ടു, ദേ നോക്കിയേ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഒരു തുണിയില പൊതിഞ്ഞോണ്ട് വന്നു. അത് മുഴുവനും അഴിച്ചിങ്ങ് കാണിച്ചു കൊടുത്തു. ഇത്രയും നാൾ ഞാൻ ഈ ഉണ്ണിയെ വർണ്ണിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ, നീ എന്നാലും നിനക്ക് ദർശനം തന്നല്ലോ, എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇങ്ങനെ ഒരു രൂപം ഉണ്ടെന്നും അവിടെ കാണുമെന്നുമുള്ള ആ വിശ്വാസത്തിൽ അവൻ പോയി. ഈ ആചാര്യന് ഓരോ പ്രാവശ്യം പറയുമ്പോഴും വിചാരിക്കാം, ഉണ്ടായിരുന്നിരിക്കാം കൃഷ്ണനെന്ന് പറയുന്നത്. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ്. അങ്ങനെ ഏത് സമയത്താണേലും നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും നിദാനമായിട്ടുള്ളത്. അവിടെ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് സാധ്യതം ആകും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ വൈകുണ്ഠ ഈ ഏകാദശിയുടെ ദിവസം, ഈ നെല്ലുവായി ഏകാദശി നമ്മുടെ കലണ്ടറിലൊക്കെ നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്, നെല്ലുവായി ഏകാദശി എന്ന്. എന്താണെന്നറിയാമോ, നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ അത് വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. കാരണം എന്താ, ആ ദിവസമാണ്, അതായത് ഈ സ്വർഗവാതിലെ ഏകാദശിയുടെ ദിവസമാണ് പാലാഴി മഥനം നടത്തിയല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അമൃതകുംഭവുമായിട്ട് ധന്വന്തരി ഭഗവാനെ പൊങ്ങി വന്നല്ലോ, ആ ദിവസമാണിതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രങ്ങളിലുമൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെയല്ലേ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അങ്ങനെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ മുഴുവനും വളരെ നന്നായിട്ട് തന്നെ ഇത് ആഘോഷിക്കുന്നുമുണ്ട്. ഇത് എല്ലാവരും തന്നെ നമ്മൾ എല്ലാവരും തന്നെ ആഘോഷിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയല്ല നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ എങ്ങനെയാണിത് ആചരിക്കുകയല്ല, നോയമ്പ് നോക്കണത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ഭഗവത് ചിന്തയോട് കൂടിയിട്ടിരിക്കണം. എപ്പോഴും വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് മനസ്സ് പോവുകയോ ഒന്നും ചെയ്യേണ്ട, നല്ല ചിന്തയോട് കൂടിയിട്ട് മാത്രമേ ഇരിക്കുക. പിന്നെ നമ്മൾ ഭഗവത് ദർശനം നടത്തണം, ക്ഷേത്രത്തിൽ പോകണം. നമ്മൾ വീട്ടിലിരുന്ന് എന്തോരം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് അവിടുത്തെ ആ അന്തരീക്ഷം നമ്മളെല്ലാവരും പോകുന്നവരാണല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ, അവിടുത്തെ ആ അന്തരീക്ഷം നമ്മളുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. ഈ ഏകാദശിയുടെ അന്ന് ക്ഷേത്ര ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ, നമ്മൾ കിഴക്കേ നടയിൽ കൂടെ കയറിയിട്ട് വടക്കേ നടയിൽ കൂടെ ഇറങ്ങണം. കാരണം വടക്കേ നട സ്വർഗ്ഗവാതിലിൽ നിന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുക. അപ്പം നമ്മൾ ആ സ്വർഗത്തിലേക്ക് പോവുകയാണ്, നമ്മളുടെ ജീവിതമാകുന്ന സ്വർഗത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ജീവിതാവസാനത്തിൽ നമുക്ക് സാക്ഷാൽ വൈകുണ്ഠം മതി, പോരെ. സ്വർഗം എന്തിനാ, ദേവേന്ദ്രൻ്റെ അടുത്ത് പോകാനല്ലോ നമ്മൾ പോകണം, നമ്മുടെ ഭഗവാനിൽ ചേരാനായിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ളത്. പിന്നെ നമ്മുടെ ഭീഷ്മപിതാമഹൻ മരണം പ്രാപിച്ചത്
ഈ സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ അന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ പല പല ഐതിഹ്യങ്ങളുമുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇല്ലേ? എന്താണ്? നമ്മൾ വ്രതം എടുക്കണം, പിന്നെ ക്ഷേത്രത്തിൽ പോകണം, എപ്പോഴും ഭഗവത് ചിന്തയോട് കൂടിയിട്ട് ഇരിക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദ്വാദശിയുടെ നമ്മൾ പാരണ വീടണം. ഈ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ പാരണ വീടണം. അത് വീട്ടിൽ വെച്ച് നമുക്ക് പാരണ വീടാം. കാരണം ശകലം വെള്ളത്തിൻ്റെ അകത്ത് മലരോ അല്ലെങ്കിൽ ഇച്ചിരി അരിയോ അല്ലെങ്കിൽ ഒരു തുളസിപ്പൂവോ എന്തെങ്കിലും ഇട്ടിട്ട് അത് പാരണ വീടുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അത് തീർത്ഥമായിട്ട് സേവിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് തീർത്ഥം കിട്ടും, അതും നമുക്ക് സേവിക്കാം. അങ്ങനെ ഈ സ്വർഗ്ഗവാതിൽ ഏകാദശിയും നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ തുറക്കട്ടെ. നമുക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് അല്ലെങ്കിൽ ശ്രീമൻ നാരായണൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.